സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ഈ വർഷത്തെ മികച്ച ഭിന്നശേഷി സൗഹൃദ സ്ഥാപനത്തിനുള്ള അവാർഡ് പ്രഖ്യാപിച്ചു. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലയിലെ പുളിക്കലിലുള്ള എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനമാണ് ആ പുരസ്കാരം നേടിയത്. സ്ഥാപനത്തിലെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടാലോ? പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമാണ് എന്നതാണ് എബിലിറ്റിയെ അവാർഡിന് അർഹമാക്കിയത്. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, പുനരധിവാസം എന്നീ മേഖലകളിൽ നൂതനമായ ഇടപെടൽ നടത്തുന്നുവെന്നതാണ് എബിലിറ്റിയുടെ പ്രത്യേകതയെന്ന് എബിലിറ്റി ചെയർമാൻ ഡോക്ടർ കെ അഹമ്മദ് കുട്ടി. എബിലിറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ഭിന്നശേഷിക്കാരുടെയും സർവ്വതോന്മുഖമായ ഉന്നതിക്ക് വേണ്ടിയുള്ള ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ്. സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 16 വർഷം കഴിഞ്ഞു. അടുത്ത മെയ് മാസത്തോടെ 17 വർഷം പൂർത്തീകരിക്കുകയാണ്. കാഴ്ച പരിമിതർ, സംസാര ശേഷി ഇല്ലാത്തവർ, കേൾവി പരിമിതർ, അതുപോലെ തന്നെ ചലനശേഷി നഷ്ടപ്പെട്ട ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ മാനസിക വെല്ലുവിളി നേരിടുന്നവർ, പഠന വൈകല്യം ഉള്ളവർ, ഇങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളുടെയും ഉന്നതിക്കാണ് ഈ സ്ഥാപനം മുൻഗണന നൽകി പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മൾ അവരുടെ കൗൺസിലിങ്, പിന്നെ തെറാപ്പി, അതുപോലെ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, അതുപോലെ അവരുടെ പുറത്ത് പുനരധിവാസത്തിനാവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളുമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾക്ക് സ്കൂളുകൾ ഏത് ക്ലാസ് പഠിക്കുകയാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള ഓഡിയോ പുസ്തകങ്ങളുടെ ലൈബ്രറി ശേഖരം ഇവിടെയുണ്ട്. അതുപോലെ ബ്രെയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബ്രെയിൽ പഠിക്കാൻ അവസരം ഉണ്ടായി കൊടുക്കുന്നു. കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾക്ക് മൊബിലിറ്റി ട്രെയിനിങ്, പാചക പരിശീലനം, മറ്റ് തൊഴിൽ പരിശീലനങ്ങൾ അതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കാഴ്ച പരിമിതർക്കും അതുപോലെ തന്നെ വീൽ ചെയറിലൊക്കെ ഉള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും അവർക്ക് PSC കോച്ചിങ് നൽകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ നടത്തുന്നതിൽ ഇപ്പോൾ 28ഓളം കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ വന്ന് താമസിക്കുന്നു. അവർക്ക് നല്ല കോച്ചിങ്ങാണ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും റെഗുലർ കോച്ചിങ്ങാണ്. അതും സൗജന്യമായിട്ട് അവർ എന്നാണോ അവർക്ക് PSCയോ പ്രൈവറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് മാനേജിലോ ജോലി ലഭിക്കുന്നത് അതുവരെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംവിധാനമാണത്. കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് കമ്പ്യൂട്ടർ, അവരുടെ റീഡിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള അത് കൊടുക്കുന്നു. മറ്റ് വിവിധ തരത്തിലുള്ള കോഴ്സുകൾ എന്ന് വെച്ചാൽ സൈക്കിൾ റിപ്പയറിങ്, പേപ്പർ ക്രാഫ്റ്റ്, പേപ്പർ പെന്ന്, അങ്ങനെയുള്ള ബാംബു വർക്കുകൾ, ഇതൊക്കെയാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ വർഷങ്ങളോളം വീടിൻ്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞവരായിരിക്കാം. ഭാവിയിലേക്കൊരു പ്രതീക്ഷയില്ലാത്തവർ, അവർ പല ക്യാമ്പുകളിലും അസസ്മെൻറ്റ് ക്യാമ്പുകളിലൊക്കെ ഇവിടെ വന്നിട്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പരിശീലനമാണ് അവർക്ക് തെറാപ്പികൾ, ഫിസിയോതെറാപ്പി മിക്കവാറും ആളുകൾക്ക് എപ്പോഴും എല്ലാ ദിവസവും വേണ്ടതാണ്. ഇവിടെ വന്നതിന് ശേഷം നടന്നു പോകുന്ന കുട്ടികൾ വരെയുണ്ട്. അങ്ങനെ അതുവർ കഴിഞ്ഞിട്ട് അവർ ജീവിതത്തിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല ഒന്നുകിൽ, അതല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാകും. കാരണം ഈ കുട്ടികളെ എടുത്തുകൊണ്ടുപോയി മലയുടെയോ തോടിൻ്റെയോ അപ്പുറത്തുനിന്നൊന്നും സ്കൂളിലേക്ക് എത്തിക്കാൻ പ്രയാസമായതുകൊണ്ട് വഴിയിൽ നിന്ന് പോയിട്ട് അവർക്ക് ഒരു തുടർ പഠനത്തിനുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള തൊഴിൽ പരിശീലനങ്ങൾ, കമ്പ്യൂട്ടർ പരിശീലനങ്ങൾ, ഫാഷൻ ഡിസൈനിങ്, ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക്. ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികൾക്ക് അവരെ സമൂഹം ചിലപ്പോൾ അങ്ങനെ വിധി എഴുതിയവരാണെങ്കിലും ഇവിടെ വന്ന് പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലും അവിടെ ഇൻവോൾവ് ആവുന്നതുകൊണ്ട് പാചകം, സെയിൽസ്, അതുപോലെ മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസിലും അവർ ഇൻവോൾവ് ആവുന്നു. സൈക്കിൾ റിപ്പയർ, ഇങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ്. അപ്പോൾ അവരെ അതോട് കൂടിയിട്ട് അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസാണ് ലഭിക്കുന്നത്. ഇവിടെ വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ജൂറിസ്ഡിക്ഷനിൽ ഉള്ള ഏക അഫിലിയേറ്റഡ് കോളേജാണ് നമ്മുടെ എബിലിറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ബധിരരായിട്ടുള്ള ആളുകളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ ശ്രവണ പരിമിതരായിട്ടുള്ള ആളുകൾക്ക് പരമാവധി അവിടെ തന്നെ അവർക്ക് തന്നെ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നു.
ഇപ്പോൾ കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകളെ പഠിപ്പിക്കുന്ന അവരുടെ ഓഡിയോ എഡിറ്റർമാരും അതുപോലെ ലൈബ്രറിയന്മാർ അവരുടെ കമ്പ്യൂട്ടർ ടീച്ചർമാരും ഒക്കെ തന്നെയും കാഴ്ച പരിമിതരായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് അടക്കം ഉള്ള സ്ഥലങ്ങളിൽ പരമാവധി നമ്മൾ ഇവർക്കുള്ള ഒരു ജോലി നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇത്തരം ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള ആക്സസിബിലിറ്റിയാണ് ഇവിടെ ഈ സ്ഥാപനത്തിൽ ഏത് ബിൽഡിങ്ങിൻ്റെ മുകളിലും ഇറങ്ങിപ്പോവാനും എവിടെ ചെല്ലാനും ഉള്ള ആക്സസിബിൾ കക്കൂസുകൾ, ആക്സസിബിൾ തുണിമുറികൾ, ആക്സസിബിളായിട്ടുള്ള ഓഫീസ് സംവിധാനങ്ങൾ, ഇതൊക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു പരിധിയിലാണ് ചെയ്യുന്നത്. ഈവൻ ഞങ്ങൾ ആക്സസിബിൾ വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫാമിംഗ് വരെ അവർക്ക് വീൽ ചെയറിലിരുന്ന് കൃഷി ചെയ്യാനുള്ള അതുവരെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ എല്ലാ ആക്ടിവിറ്റീസിലും അവരെ മുൻപന്തിയിൽ കൊണ്ടുവന്നിട്ട് അവരെ ഞങ്ങൾ മാറ്റി നിർത്തി ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പകരമായിട്ട് അവർ ഇൻക്ലൂഷൻ ആണ്, അവരെ ലീഡർഷിപ്പ് ക്വാളിറ്റീസിലേക്ക് ഞങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിന് ഇത്തരം ആക്ടിവിറ്റീസിൽ വരുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇവിടെ വരുന്ന കുട്ടികൾ, ഒന്നിനും പ്രതീക്ഷയില്ലാത്ത കുട്ടികൾ ഭാവിയിൽ ലീഡർമാരായിട്ട് ആണ് തിരിച്ചു പോകുന്നത്. ഇവിടെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ അതിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഇപ്പോൾ ഫൗസിയക്ക് ഇതിലിപ്പോൾ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഫൗസിയയുടെ അവാർഡ് വളരെ അർഹതപ്പെട്ട അവാർഡാണ്. അവൾ ഒരു ജോലിക്കാരി എന്നതിനേക്കാളും മറ്റ് ഭിന്നശേഷിക്കാരല്ലാത്തവരിൽ നിന്ന് കൂടുതലാണോ കുറവാണോ എന്ന നോട്ടത്തിൽ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ചെയ്യുന്നതിൻ്റെ പെർഫെക്ഷൻസ്, അതിലെ ആത്മാർത്ഥത, ഇതൊക്കെ നോക്കുന്ന സമയത്തും അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അവർക്ക് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ട് 3-4 വർഷം കൊണ്ട്. അനിൽ കുമാർ അവരെ ആണെങ്കിലും ഇപ്പോൾ ഭദ്രത അതിനുണ്ടെങ്കിൽ തന്നെയും MSc ഒക്കെ പഠിച്ച് നമ്മുടെ ടീച്ചർ എന്നുള്ള നിലക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2019 കേരളത്തിലെ ഏറ്റവും മികച്ച ബധിരർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനം എന്നത് എബിലിറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് ഞങ്ങൾക്ക് അഫിലിയേഷൻ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 2022 ഏറ്റവും മികച്ച NGO എന്നുള്ളവർക്ക് ഈ ഓർഗനൈസേഷന് മൊത്തമായിട്ടും എബിലിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്, അവാർഡ് ലഭിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മറ്റ് കുറേ പ്രോത്സാഹനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവരുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അവർ മുന്നോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും, ഈവൻ ആർട്സിൻ്റെ കാര്യത്തിലായാലും സ്പോർട്സിൻ്റെ കാര്യത്തിലായാലും, ഇപ്പോൾ ഇവർക്ക് വേണ്ടി കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകളുടെ ചെസ്സ് 2 പ്രാവശ്യം ഞങ്ങളിവിടെ സംസ്ഥാന സൗതേൺ റീജിയൻ്റേത് 3 പ്രാവശ്യം നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഒരു വീൽ ചെയർ ക്രിക്കറ്റ് അസോസിയേഷനുണ്ട്. അവർ സംസ്ഥാനത്ത് ആന്തര മത്സരങ്ങൾ അവിടെ പോകുന്നു, ഇവിടെ തന്നെ വരുന്നു. എല്ലാ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോൾ ഇവിടെ വന്ന് താമസിച്ച് അവർക്ക് പ്രത്യേകം പ്രാക്ടീസൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഏതൊക്കെ മേഖലയിൽ ഇവരെ മറ്റുള്ളവരുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അവരെ ഇൻക്ലൂഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ മെയിൻ സ്ട്രീമിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നതിൻ്റെ അതിനുള്ള ഞങ്ങളെ കൊണ്ടാവുന്ന ഇത്തരം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായി ഭിന്നശേഷിക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണ് എബിലിറ്റിയിലെ എല്ലാ കെട്ടിടങ്ങളും. വീൽചെയർ സൗഹൃദമായ ക്യാമ്പസ്, കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഇറക്കാൻ ക്യാമ്പസിലുടനീളം വീൽചെയർ പാതയുണ്ട്. ലിഫ്റ്റ്, ഹാൻഡ് റെയിൽസ്, കാഴ്ച പരിമിതരായവർക്ക് വേണ്ടി ബ്രൈൻ ലിപിയിൽ ഡിസൈൻ ചെയ്ത സൈൻ ബോർഡുകൾ, ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ, പാർക്കിംഗ് ഡിസ്പ്ലേ ബോർഡുകൾ, ഭിന്നശേഷി സൗഹൃദ പാർക്കിംഗ് സൗകര്യങ്ങൾ തുടങ്ങി അനേകം സൗകര്യങ്ങളാൽ ഒരു സമ്പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ ക്യാമ്പസ്. മികച്ച ഭിന്നശേഷി സൗഹൃദ സ്ഥാപനത്തിനുള്ള പുരസ്കാരം മാത്രമല്ല, ഈ വർഷത്തെ സ്വകാര്യ മേഖലയിലെ ശാരീരിക പരിമിതിയുള്ള മികച്ച ജീവനക്കാരിക്കുള്ള പുരസ്കാരം നേടിയത് എബിലിറ്റിയിലെ ഓഫീസ് സ്റ്റാഫായ CP ഫൗസിയയ്ക്കാണ്. സ്വകാര്യ മേഖലയിലെ ശ്രവണ പരിമിതിയുള്ള ജീവനക്കാരനുള്ള പുരസ്കാരം നേടിയതാകട്ടെ എബിലിറ്റിയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്രിൻസിപ്പലായ K. അനിൽകുമാറിനുമാണ്. 3 വിഭാഗങ്ങളിലും 1,00,000 രൂപ വീതമാണ് പുരസ്കാരത്തുക. ന്യൂസ് ഡെസ്ക് എയർ1. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.